നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 5 വൈകിട്ട് 5:26 PM വ്യാഴം രാശി മാറുന്നു, മിഥുനം രാശിയിലേക്ക് വരുന്നു. അപ്പോൾ ഈ വ്യാഴവും ശനിയും ഒരുമിച്ച് അനുകൂലമായിട്ടുള്ള രാശിക്കാരൊക്കെയാണ്. അതായത് അത്യധികം ഭാഗ്യമുള്ള രാശിക്കാരാണ് അവർ. വെറും 2 രാശിക്കാർ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളത്. അപ്പോൾ ആരൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു പരിപാടി യൂട്യൂബുകാർ ചെയ്തിട്ടുണ്ട്. അതായത് ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, ഞാനിപ്പോൾ അത് പറയുന്നതേ ഉള്ളൂ. എനിവേ, അങ്ങനെ ഹൈപ്പ് ചെയ്യാൻ ഉള്ള അവസ്ഥ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യാനും ദയവായി മറക്കരുത്. പിന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഫോൺ വിളിക്കരുത്, പകരം മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. അപ്പോൾ ഈ ശനിയും വ്യാഴവും ഒരുമിച്ച് ഏറ്റവും ശക്തങ്ങളായിട്ടുള്ള, ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളാണല്ലോ ശനിയും വ്യാഴവും. അത് മാത്രമല്ല, ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന 2 ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും. അപ്പോൾ ഇതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് ശനി അനുകൂലമായിട്ട് വരുന്നവർക്ക് സർവകാര്യ വിജയം. അതായത് ഏത് രംഗത്ത് ഇവർ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിനൊരു വിജയ സാധ്യത നിലനിൽക്കുക എന്ന ഒരവസ്ഥയാണ് ശനി അനുകൂലമായിട്ട് വരുമ്പോൾ ഉള്ള നേട്ടം. പിന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ നേട്ടമുണ്ടാവും ശനി അനുകൂലമാകുമ്പോൾ. അതുപോലെ തന്നെ സാങ്കേതിക മികവ്, അതായത് ചിലരൊക്കെ ചില പ്രത്യേക കാര്യങ്ങളിൽ ടാലൻറ്റഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഈ ശനി അനുകൂലമായിട്ട് വരുമ്പോൾ അവർക്ക് ഈ സാങ്കേതിക മികവ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച്, വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടം കൊയ്യാനാവും. സാങ്കേതികരാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കാറ്, വാഹനം, അതുമായിട്ട് ബന്ധം, വാഹന ലാഭം വരാം. ഒരു പുതിയ വാഹനം എടുക്കാനുള്ള സാഹചര്യം ഒത്തുനിന്ന് വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സാങ്കേതികമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാവും. അങ്ങനെ നിരവധി നേട്ടങ്ങൾ ശനി അനുകൂലമായിട്ട് വരുമ്പോൾ കിട്ടും. അതുപോലെ തന്നെ വ്യാഴം നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ടും ധനവരവ്, ശനിയും ധനവരവ് കൊണ്ടുവരും. അപ്പോൾ ഇവർ 2 പേരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അത്യധികം ഭാഗ്യമുള്ള സമയമാണ് ഈ രാശിക്കാർക്ക് എന്ന് നമുക്ക് പറയാം. ഈ 2 രാശിക്കാരെ അങ്ങനെ ഉള്ളൂ. പിന്നെ ഈ തീർച്ചയായിട്ടും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ ശനിയും വ്യാഴവും അനുകൂലമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുകയുള്ളൂ. ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ വാഹനലാഭം, ഓക്കെ, അതുപോലെ തന്നെ ഗൃഹലാഭം, ഒരു വീടും ബസ്സും ഒക്കെ വാങ്ങിക്കാനുള്ള സാധ്യത ഒരുങ്ങി വരും. പിന്നെ അത് വീട് പണി തുടങ്ങാനും അറ്റകുറ്റപ്പണികൾ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ. അതുപോലെ തന്നെ ഭക്ഷണ സുഖം, ഓക്കെ, അതുപോലെ തന്നെ വസ്ത്രലാഭം, ആഭരണ ലാഭം, അങ്ങനെ നിരവധി നേട്ടങ്ങൾ. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട് ഭൗതിക സുഖങ്ങൾ. പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. തീർച്ചയായിട്ടും ശനിയും വ്യാഴവും ഒക്കെ ഒരുമിച്ച് നിൽക്കുകയും രാഹു അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ
ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യത കിടക്കുന്നു. അപ്പോൾ അങ്ങനെ നിരവധി നേട്ടങ്ങളാണ് ഈ ശനിയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായിട്ട് ഓരോ രാശിക്കാരെ അനുഗ്രഹിക്കുമ്പോൾ ഉണ്ടാവുക. അത് ഇവിടെ 2 രാശിക്കാർക്കാണ് ഞങ്ങൾ പറയുന്നത്. ഒന്നാമതായിട്ട് ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് 2ാം ഭാവത്തിൽ വ്യാഴവും 11ാം ഭാവത്തിലാണ് ശനിയും വന്നേക്കുന്നത്. അപ്പോൾ ധനവരവ് തീർച്ചയായിട്ടും ഇവർക്കുണ്ടാവും, ദൈവാധീനം ഉണ്ടാവും. 11ാം ഭാവത്തിൽ ശനി അതിൻ്റെ പരമാവധി നേട്ടങ്ങൾ ഇവർക്ക് നൽകുകയും ചെയ്യും. തീർച്ചയായിട്ടും വ്യാഴം കൊണ്ട് നിരവധി നേട്ടം ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ തന്നെ ഇവർക്ക് വളരെയധികം അനുഭവത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ശനിയും വ്യാഴവും ഒരുപോലെ അനുഗ്രഹം ചൊരിയുന്ന രാശിയാണ് തുലാം രാശി. ഇത് ഡിസംബർ 5 തൊട്ടാണ് അത് വ്യാഴം മിഥുനം രാശിയിൽ വരുമ്പോൾ ഇത് ശനിയും വ്യാഴവും ഒരുമിച്ച് ഇവർക്ക് അനുകൂലമാകുന്നത്. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുന്നു, 6ാം ഭാവത്തിൽ ശനി വരുന്നു. ഓക്കെ, അപ്പോൾ ശനി കൊണ്ട് ഇവർക്ക് 6ാം ഭാവത്തിലായതുകൊണ്ട് മറ്റ് ഭാഗ്യങ്ങൾക്ക് പുറമേ ഇവർക്ക് ശത്രുവിൽ വിജയം, അതുപോലെ രോഗങ്ങൾ കുറയും, ചിലതൊക്കെ ശമിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ കടങ്ങൾ, സാമ്പത്തിക കടങ്ങൾ കുറയും. അത് ശനിയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കൂടാതാണ് ഇവർക്ക് സ്പെഷ്യലായിട്ട് തുലാം രാശിക്കാർക്ക് കിട്ടുന്നത്. പിന്നെ 9ാം ഭാവത്തിലാണ്, ഭാഗ്യസ്ഥാനത്താണ് ഇവർക്ക് വ്യാഴം വരാൻ പോകുന്നത് ഡിസംബർ 5 തൊട്ട്. അപ്പോൾ ഇവർക്ക് സ്പെഷ്യലായിട്ട് ഒരു ദൈവാധീനത്തിൻ്റെ ഒരു ഘോഷയാത്ര, എല്ലാ രംഗങ്ങളും ഇവർക്ക് സർവ്വവിധ സൗഭാഗ്യം, അതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഇവർക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും മറ്റ് ഗുണങ്ങളും ലഭിക്കും. പിന്നെ തീർച്ചയായിട്ടും മറ്റ് രാശിക്കാർക്കൊക്കെ ഭാഗ്യങ്ങളുടെ ഒക്കെ ഒരു കാലമാണ്. എനിവേ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ഇവർക്ക് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.